ഹലോ, ഇന്ന് 5 നിറത്തിലുള്ള ഇഡലി തയ്യാറാക്കിയാലോ? സാധാരണ എപ്പോഴും വെള്ള നിറത്തിലുള്ള ഇഡലിയാണല്ലോ നമ്മൾ കഴിക്കാറ്. ഇന്ന് വെറൈറ്റി ആയിട്ട് 5 നിറത്തിലെ ഇഡലിയാണ് തയ്യാറാക്കുന്നത്. ഇന്നലെ രാത്രി ആട്ടി വെച്ച മാവാണ്. പൊതുവേ ഞാൻ മാവ് ആട്ടി വെച്ചിട്ട് രാവിലെ കാപ്പിക്ക് വന്ന് എടുക്കുമ്പോഴേക്കും മാവൊക്കെ പൊങ്ങി കളയാറുണ്ട്, വെളിയിൽ കളയാറുണ്ട്. പിന്നെ അത് ഇരട്ടി പണിയാണ്, തുടയ്ക്കണം, കഴുകണം, അങ്ങനെ പിന്നെ കുറച്ച് സമയം അങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ആട്ടിയിട്ട് ഈ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. ഒരുപാട് പുളിക്കണ്ട പൊങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്ത് വെച്ചത്. പക്ഷെ രാവിലെ വന്ന് ഞാൻ ആദ്യം ഫ്രിഡ്ജ് തുറന്ന് ഈ മാവ് പുറത്തെടുത്തപ്പോഴേക്കും മാവ് കളഞ്ഞു തുടങ്ങി. മാവ് പൊങ്ങി, അതിൻ്റെ അടപ്പൊക്കെ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടപ്പും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ മാവ് ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കളയാൻ തുടങ്ങിയായിരുന്നു. ഈ മാവിനെ അടുത്ത പാത്രത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് പൊങ്ങിക്കളയും. അപ്പോൾ ഇന്ന് ഇഡലി തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 5 നിറത്തിലെ ഇഡലി. 5 നിറം, 4 നിറമേ ഉള്ളൂ. ഒന്ന് വെള്ള ഇഡലിയാണ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്നും വെള്ള ഇഡലിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കളർ ഇഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. നാച്ചുറലായിട്ട് കളറാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും ഇത് ഏതൊക്കെ കളറാണെന്നുള്ളത്. കാരണം മുമ്പ് ഞാൻ റെയിൻബോ പൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറ് മാവ് റെഡിയാക്കി അത് ഇഡലി തട്ടിലേക്ക് മാറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓരോ നിറം എന്താണെന്ന് പറയാം. ആദ്യം ഇഡലി തട്ടിൽ എണ്ണ ഒഴിച്ചു. ആദ്യത്തെ നിറം ഒരു റോസാണ്, പിങ്കാണ്. അത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് മാവിൽ ചേർത്തതാണ്, അരച്ച് ചേർത്തിട്ടില്ല. ഞാൻ പൊതുവേ ബീട്രൂട്ടിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളർ യൂസ് ചെയ്തിട്ടുള്ള ഫുഡും ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ കളർ ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് മാവിൽ ചേർത്തതാണ്. അടുത്തത് മഞ്ഞ നിറമാണ്, അത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി മാവിൽ ചേർത്തതാണ്. അടുത്തത് നീല ശംഖുപുഷ്പം, വെള്ളം തിളപ്പിച്ച്, ഒരുപാടൊന്നുമില്ല, ചെറിയ വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ ഒരുപാട് പൂവിട്ട് തിളപ്പിച്ച് ആഡ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലാണ് നീല ശംഖുപുഷ്പം തിളപ്പിച്ചെടുത്ത് മാറ്റി ആഡ് ചെയ്തത്. ഇനി ഓറഞ്ച് വന്നിട്ട് നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റ് മിക്സിയിൽ അടിച്ച് ആഡ് ചെയ്തതാണ്. പിന്നെ കളറൊന്നും ചേർക്കാത്ത നമ്മുടെ സാദാ വെള്ള ഇഡലി, വെള്ളമാവ്. അപ്പം നമ്മളിവിടെ 5 തട്ടാണോ 5 കുഴിയല്ലേ, 5 കുഴിയിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി മാവിനെ നമുക്ക് ആസ്വദിക്കാം, ഓരോ മാവായിട്ടും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോഴേ നല്ല ഭംഗിയാണ് കാണാനൊക്കെ, എന്ത് ചന്തമാണ്. ഇനിയിപ്പോൾ ഇഡലിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ അതൊന്ന് ആസ്വദിക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ഇവിടെ നമുക്ക് റോസ്, മഞ്ഞ, ഓറഞ്ച്, നീല, വെള്ള. ഇനി ഇത് ഇഡലി ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിനി വാഴയിലോട്ട് മാറ്റാം. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നത്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. സാധാരണ എപ്പോഴും നമ്മൾ വെള്ള ഇഡലിയൊക്കെയല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കായിരുന്നാലും കഴിക്കാൻ കുറച്ചും കൂടി, ഒന്ന് കഴിക്കുന്ന കുട്ടികൾ 2 എണ്ണം കഴിക്കും. അപ്പോൾ ആ കളറിൻ്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ ഇഡലിയും കഴിക്കും. ഓരോ കളറും നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. എപ്പോഴും വെള്ള ഇഡലിയല്ലേ, അപ്പോൾ നമുക്ക് കഴിച്ച് മടുപ്പൊക്കെ തോന്നുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കളറൊക്കെ ആഡ് ചെയ്ത്, നാച്ചുറൽ കളറാണ്, ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ ഇഡലിയോടൊപ്പം ഒരു ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് മുന്നേ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെയിൻബോ പൊട്ടും സുന്ദരി കൊഴുക്കട്ട എന്നിവയുടെ വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.